കിട്ടുന്നുണ്ടാ? ഫുൾ സ്ക്രീൻ ആക്കി ജോക്കി ജോക്കി ഒരു മിനിറ്റ് ജോക്കി. കളിച്ചോ. ഇതെന്തോ ഇത് എന്തോ ചെയ്യണ്ടേ? കീബോർഡ് മൂവി കൊണ്ടുപോയോ? ഫസ്റ്റ് ലെവലായി. ഇതാണ് വലിയ കാര്യം. ട്രൈ ഒരു ഗെയിം ആണോ? അതിനകത്ത് വീണാലും ചത്തോ? ഇല്ല, അതിനകത്ത് കുഴി വീഴരുത്, അത്രേ ഉള്ളൂ. ജോക്കി അതിന്റെ മണ്ട കേറിയാലും ചത്ത് ജോക്കി. നിനക്ക് എന്തൊരു റിഫ്ലക്സ് ഇല്ലാത്ത ഈകളെ. ഇതെന്താണോ റിഫ്ലക്സ് ഇല്ലാണ്ട് കളിക്കുന്നത്? ആണോ? ഞാനൊക്കെ കാണിച്ചു തരായിരുന്നു. സിമ്പിൾ. ചാട് ജോക്കി ഇതൊന്ന് കളിച്ചു നോക്കി ജോക്കി. ഇതൊന്ന് കളിച്ചു നോക്കി. ഇതെങ്ങനെ എടുക്കുന്നത്? എടാ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയട്ടെ, ഇത് ലിങ്ക് ഒന്ന് അയച്ചേ. സ്ക്രീൻ അതിനനുസരിച്ച് മൂവ് ആവും. കേറിട്ട് ലൈവ് ഇട്ടടാ. അവനെ അയച്ചോട്ടെ കണ്ടാ അറിയാതെ. എടാ ഈ ട്രോളാണ്, നമ്മൾ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിം. ഗെയിമിന് ഇഷ്ടത്തിന് പോകും. ഇങ്ങോട്ടാ. നെക്സ്റ്റ് ലെവൽ. ഓ ഇത്ര ഉള്ള ഒരു ലെവല് കേറണം നീ. ഞാൻ വിചാരിച്ചു എന്നത് കേറിയാലും ചാവുന്നു. ഓ അത് പറ. ഇപ്പൊ തീർത്ത് തരാം. എന്താ നീ വിചാരിക്കുന്ന പോലെ പോകത്തില്ല. ഉണ്ടോ? നോക്കണേ. ഞാൻ 6ാമത്തെ ലെവലായേ. ഒന്നും നടക്കത്തില്ല, തോന്നുന്ന കണക്ക് പോകും. ഇങ്ങനെ തള്ളുന്നുണ്ട് കേട്ടാ. ഞാൻ സ്ട്രീം ഇട്ട് കാണിച്ചു തരാം. സിമ്പിൾ ഗെയിമിനൊക്കെ ഇത്ര നിക്ക് പോലെ. ഇനി പോക്കോ. രണ്ടാമത്തെ വീട്ടിൽ കയറിയേ. ഞാൻ 5 വീട്ടിൽ കയറി നോക്കി ഇപ്പൊ ഇവിടെ. പിന്നെ അതല്ല, ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനമുണ്ട്. ഇനി അടുത്ത ലെവലിലോട്ട് പോകുന്നത്. ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റേജ്. ഇത് എളുപ്പമല്ലടാ. അത് എളുപ്പം കളിച്ചോ. ഞാൻ തീർത്തു കേട്ടോ. നിന്ന് അവിടെ ഇരുന്ന് പലതും ഇറക്കിയും പൊട്ടിക്കും നീ. ഞാൻ കാണിച്ചു തരാമല്ലോ. എടാ ഇതൊന്നും വലിയ പാടുള്ള പരിപാടി ഒന്നും. സ്ക്രീൻ നോക്ക്. ഒന്നും ഒരു സീനും ഉള്ള കാര്യമല്ല. ഈകൾ എത്രാമത്തെ ലെവലടാ? സെക്കൻഡ് സ്റ്റേജ്. അത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തന്നെ എനിക്കിത് ശരത്തേട്ടനെ കൊണ്ട് കളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എടാ ഇത് കളിച്ച് തീരാറായി ഞാൻ. ഫൈനലി ഇത് വഴി ലെഫ്റ്റില് ഇടിക്കുന്നടാ. എടാ ഇവിടുന്ന് വന്ന് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ അവിടെ. ഇത് പറ്റൂല. ഞാൻ ഐഡിയ കളിക്കാം. അത് ചോദിക്കണേ. സൂപ്പർ സിമ്പിൾ ഗെയിം. എന്തൊക്കെയായിരുന്നു സിമ്പിൾ ഗെയിം? ഇപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? എടാ ഞാൻ തീരാറായി കേട്ടോ. രണ്ടാമത്തെ വീട്. പിന്നെ ദേഷ്യം. ഇതെന്താ? ഇതൊന്നും ഇല്ലല്ലോ. അതെന്തെളുപ്പം. ഈസി. ഇത് തന്നെ തിരിച്ചൊരു ഓട്ടോ ഓടിയും. ആ കുഴി പോയിരിക്കണായിരിക്കും കേട്ടോ. ഈസി കാര്യം ഉണ്ടാ. നീ അവിടെ തന്നെ ഇല്ലേ? ഞാനും അവിടെ തന്നെ. ഇത്ര ഇവിടെ എത്തിയ ഒരു വരവ് വന്നു. തേർഡ് സ്റ്റേജിലായി. തള്ളിയിട്ട് കൊണ്ടുപോയി മതിലെ തട്ടിക്കൊണ്ടിട്ട്. ഞാനും തേർഡ് സ്റ്റേജ് ആയി. എന്നല്ല എന്റെ കളി. എന്റെ കളിപ്പുള്ളയാണല്ല ഞാൻ. പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി അതൊക്കെ. നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ്
അവിടെ പിടിച്ചൊക്കെ കേറാൻ നോക്കി കേട്ടോ. അത്രേ ഉള്ളു, ചാടിക്കോ. ആ ചാടി ചാടി ചാടി. ഓക്കെ, കസാൻ പോലും ഇത്രയും പാടില്ലായിരുന്നു. എടാ അവൻ എന്താടാ അപ്പുറത്ത് പോവാത്തേ? അങ്ങനല്ലേ അതിന്റെ മണ്ടയ്ക്ക് ചാടിയിട്ട് പറയട്ടെ. എടാ അവൻ നമ്മുടെ ചന്തി വന്നൊരു പുഷ് തരുമല്ലോ, ആ പുഷിന്റെ ഫോഴ്സിൽ നമ്മൾ അപ്പുറത്തോട്ട് പോണം, മനസ്സിലായ? അങ്ങനെയാ മേ ബി ആ സാധനം പൊങ്ങുമ്പോ അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ടാണ് കേടുന്നത്. സൂപ്പർ. അങ്ങനെ ഒരു വഴിയില്ല. ബണ്ണി ഹോപ്പൊന്നും ഇല്ല. നീ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിം. ചേട്ടാ എനിക്ക് അതിന്റെ മണ്ടയ്ക്ക് ചാടിക്കാം, എന്നിട്ട് ആ പൊങ്ങത്തില്ല, അതിന്റെ മണ്ടയ്ക്ക് കയറി. ആ അങ്ങനെ വല്ലതും കയറി. എടാ ഇത് എന്ത് എളുപ്പമുള്ള ഗെയിമാടാ ഇങ്ങളെ. എടാ ഇടിച്ചിട്ടടാ. സിമ്പിൾ. അല്ല പിന്നെ നിന്ന് പോണോടാ. സിമ്പിൾ സിമ്പിൾ. അവിടെ വെച്ച് പോയി തട്ടിയിടാൻ നോക്കിയുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് ഞാൻ വരാം. ചതിച്ചതാ. ഇതെങ്ങനെയാടാ ഈ ലെവല് കയറി എന്റെ നോക്കിയടാ? ചാടണ്ട, അവിടെ തന്നെ നിന്നാ വേണ്ട. അത് കുറച്ച് സ്ഥലമില്ല ഈ സ്ഥലത്ത് നിൽക്കാൻ. ഈ റൈറ്റ് സൈഡിൽ തന്നെ സ്ഥലം കണ്ട. ഇവിടെ ചാടുന്നതിന് മുമ്പ് അവിടെ അതിന്റെ മുകളില് റോഡ്സിന്റെ മുകളിൽ കൂടെ ബുദ്ധിയാടാ. അതിന്റെ മുകളിലത്തെ ഡോട്ടിലിട്ട് ടച്ച് ചെയ്തേ. അപ്പൊ എനിക്കറിയത്തില്ല, നോക്കണം. ഒരു ബോൾ എടുത്തില്ല. ചേട്ടാ ഞാനൊരു കാര്യം പറയാം, തിരിച്ചു നടന്നേ. ഇല്ല അതുമില്ല. ചേട്ടന്റെ മുകളിലത്തെ എടുക്കാൻ പാടില്ല. അപ്പൊ മുകളിലത്തെ എടുക്കാൻ പാടില്ലെന്ന്. നേരെ ഓടിയ നേരെ ഓടിയ. ഇനി ഈകള് നോക്കട്ടെ ഇവിടെ എന്തായി. തീർന്നില്ലേ ഇത്? ഓ ഓക്കെ. രണ്ടെണ്ണം തൊട്ടാ പൊടിയുന്നതാ. അപ്പൊ ഞാനാണല്ലേ ഈ കൂടെ ഏറ്റവും മുമ്പത്ത്? ഞാനാ ഏറ്റവും മുമ്പതി. അല്ലല്ല, ഞാൻ ശരത്തേനെ മുമ്പത്ത് ഞാനാ. നേരത്തെ നമ്മൾ നോക്കിയില്ല അത് തന്നെ. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ ചേട്ടാ എടുക്കണ്ട, മേളത്തെ എടുത്ത് തീറും. നേരെ നടന്നങ്ങ് പോയാ മതി. ഈകളെ വെള്ളത്തെ എടുക്കാൻ പാടില്ല, നിന്നെ പറ്റിക്കാൻ പറ്റിക്കോ അത്. അതാ പോയിട്ട് വന്ന് വീണ്ടും എടുത്തത്, മനസ്സിലായ? ഓക്കെ, സൂപ്പർ. ഇൻവിസിബിൾ ഇൻവിസിബിൾ. എടാ എങ്ങനെയാണ് ആ ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് താഴോട്ട് പോയത്? അവിടെ എത്തുമ്പോ തന്നെ. അല്ലല്ല, ഇത് മൂന്നിൽ തൊടണം. മൂന്നിൽ തൊട്ടാലേ ഇത് കയറാം. ആണോ? രണ്ടെണ്ണത്തിൽ തൊടുന്നതിന് മുമ്പ് താഴെ വീഴുമല്ലേ? അല്ല, മൂന്നിൽ തൊടണം. മൂന്നിൽ തൊടണം. നീ അവിടെ നിന്നേ, രണ്ടാമത്തിൽ നിന്നിട്ട് ചാട്. ഇന്നലെ തന്നില്ലല്ലോ. നിന്നോ? ആ അടുത്തേലും നിക്ക്, ഇനി ചാട്. അത് നീങ്ങിപ്പോയടാ പോലെയാടി. അത് നീങ്ങിപ്പോയത്. ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫാസ്റ്റ് ചെയ്താലും എന്തേലും ഗുണമുള്ള? ഓടി ഒന്ന് ജമ്പ് ചെയ്ത, ഓടി ഒന്ന് ജമ്പ് ചെയ്ത. ഇതേ നടക്കുന്നു. എടാ ഞാൻ എനിക്കിപ്പോ കാര്യം മനസ്സിലായി. എങ്ങനെയാന്ന് പറയട്ടെ, നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചോ. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യം. നമുക്ക് ഒരു വട്ടം ചാടി ഇവിടെ നിക്കാം, എന്നിട്ട് ഇത് ഇങ്ങനെ നീങ്ങാം. അടുത്തേല് ചാടി ഞാൻ ഇങ്ങനെ നീങ്ങി. ഇനി ഒരു വട്ടം നീങ്ങ വേണ്ട, ഒരു വട്ടം നീങ്ങായിരുന്നു. ഞാൻ രണ്ടായിപ്പോയി. ഒരു വട്ടം നീങ്ങായിരുന്നു, ഒരു വട്ടം നീങ്ങായിരുന്നു. മനസ്സിലായ?
ഞാൻ പറയാം. അവിടെ നിന്ന് ചാടുന്ന പോലെ ആക്കിയിട്ട് തിരിച്ചു വാ. ചാടിയിട്ട് തിരിച്ചു വാ. ചാടിയിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വാ. റൈറ്റിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. ആ ട്രാപ്പ് ബീറ്റ് താഴോട്ട് പോകാനല്ല. റൈറ്റ് സൈഡിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് ചെയ്യണം. അതെ, അപ്പോഴേക്കും അത് നീ മൂവ് ആവും. മനസ്സിലായോ? മറ്റേ ട്രാപ്പ് ബെയിറ്റ് ആക്കിക്കോട്. ചാടി ഇല്ലേ അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ചാടാൻ പറ്റൂല. ഇത് ഭയങ്കര ഇതിനൊരു വല്ലാത്തൊരു ഇതിന്റെ സൗണ്ട് ബെയിറ്റിംഗ് ആണ് നമുക്ക്. അത് പറ്റും, അതെല്ലാ ഗെയിമിലും പറ്റും. ഇല്ല ഇത് തീർത്ത് എനിക്ക് ഗെയിം തീർക്കണം. ഹൈ അടുത്തുണ്ടായിരുന്ന അടി കിട്ടുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട, ഈ നാട്ടുകാർ കാണുന്ന 1590 ഒക്കെ എടുത്തു വെച്ചിട്ടേ ഞാൻ സ്ട്രീം ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ 1590 ഒക്കെ 2 MB ഗെയിം ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ. ഹൈ ഗ്രാഫിക്സ് ഇട്ടാ കളിക്കുന്നത്, എല്ലാരും കാണണം. ഫുൾ ഗ്രാഫിക്സ് ആണ്. ഫുൾ ഗ്രാഫിക്സ് ആ. എടാ ഞാൻ എന്തായാലും എന്റെ അത്ര എത്തിക്കാണല്ലോ ശരത്തേട്ടാ. ഞാൻ ഇല്ല ശരത്തേട്ടൻ കഴിഞ്ഞാൽ 3, 4, 5 6ാമത്തെ കൊണ്ണ ഗെയിമാണടാ ഇത്. ഓ മനസ്സിലായി. ഈകളെ അതിൽ തുടരുത്. ഒന്നും തൊടണ്ട നമുക്ക് വെറുതെ. ഒന്നും തൊടല്ല. അണ്ണ ലാസ്റ്റ് പെട്ടെന്ന് ലാസ്റ്റ് ഓടിക്കാറ. കണ്ണാപ്പി പറഞ്ഞു കൊടുക്കണ്ട, കളിക്കട്ടെ. ചാടണമെന്ന് തോന്നുന്നു അല്ലേ? ചാടണമെന്ന് തോന്നുന്നു. കൊച്ചു പിള്ളേരുടെ ഗെയിം അവിടുന്നല്ല, കൊച്ചു പിള്ളേരുടെ ഗെയിം. ആരാത് പറഞ്ഞേ? ടൈം കൂടി അവൻ പറഞ്ഞു ഓടിക്കറണമെന്നല്ലേ ഞാൻ പറഞ്ഞ കള്ള. അതിനകത്ത് മുമ്പ് ചന്തിക്ക് ഇടിച്ചിട്ടുവാ. ചാടണമെന്ന് തോന്നുന്നു അല്ലേ? ചാടണമെന്ന് തോന്നുന്നു. കൊച്ചു പിള്ളേരുടെ ഗെയിം അവിടുന്നല്ല, കൊച്ചു പിള്ളേരുടെ ഗെയിം. ആരാത് പറഞ്ഞേ? ടൈം കൂടി അവൻ പറഞ്ഞു ഓടിക്കറണമെന്നല്ലേ ഞാൻ പറഞ്ഞ കള്ള. അതിനകത്ത് മുമ്പ് ചന്തിക്ക് ഇടിച്ചിട്ടുവാ. ചന്തി അടിച്ച് ഫ്രണ്ടിലാക്കിന്ന്. അവിടെ ഒരു ബ്രേക്ക്, അതിൽ തൊടാൻ പാടില്ല. അവിടെ ഒരു ബ്രേക്ക് വേണമായിരുന്നു അളിയാന്ന്. മൂവി എന്നെ കൊന്നടാ. ലാസ്റ്റ് ചാടണ്ട, അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാ, ജോക്ക് പീസ് അടിച്ചു പൊട്ടിച്ചത് വഴി പോയി. അടിച്ചു പൊട്ടി സൗണ്ട്. ഞാനിത് തീർത്തിട്ടെന്ന് വരുന്നു. ലെവൽ 2 ഉണ്ട് കേട്ടോ. വഴി കാണിക്കുന്ന പോലെ കുറെ നേരെ കയറിയ പോരെ. ഇതൊന്ന് ചാടറാ കൊച്ചു പൂച്ചാണ്ടി. അവിടെ നിന്ന് കീബോർഡൊക്കെ പൊട്ടി പോയി. സൂക്ഷിച്ച് ചാടണം. എന്തോ ഒരു ട്രാപ്പ് ഒന്നുമില്ല ധൈര്യമായിട്ടാണ് ചാടിക്കുക. ചുമ്മാ പലതും നമ്മളെ പറ്റിച്ച് വീണ്ടും. ഇതാദ്യം കാണാം, എന്തേലും കാണാം. പിയാടി മനസ്സിലായി. അവിടെ വെളിയെ കേട്ടു തുടങ്ങിട്ടാ. ഒന്നുമില്ല ധൈര്യമായിട്ട് ജമ്പില്ല. ഈ സാധനം പൊങ്ങുവാണ്, മനസ്സിലായ? ഐഡിയ ഞാൻ തന്നെ വേണം. ദേവി പറയായിരിക്കും. ഞാൻ കളിച്ചോളാം. കളിക്കട്ടാ. ഇതെന്താ അടിയില് റബ്ബർ ബുഷ് വെച്ചാ?
സൂപ്പർമാന്റെ ഷഡ്ഡി ഒക്കെ ഇട്ടിട്ടുണ്ടേ. ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇറങ്ങുമ്പോ കുറച്ച് എത്ര FPS ഉണ്ട് ബ്രോ? ഫുൾ ഗ്രാഫിക്സിൽ എനിക്ക് ആവറേജ് ഇപ്പൊ ഒരു 1300 FPS ഉണ്ട്. 5000 അടുപ്പിച്ചു. കണ്ട സിമ്പിൾ. എടാ ഞാൻ ഒരു പറയണേ, ഞാൻ പണ്ട് എന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കൊതുകിന് വരെ ഷെഡ് ഇടിക്കാൻ പറ്റും. ഞാൻ പണ്ടൊരു കൊതുകിനെ ഷെഡ് ഇടിപ്പിച്ചിട്ട് അതിന് പിന്നെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാതെ അത് മരിച്ചു പോവായിരുന്നു. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ കൊതുകിനെ വരെ ഷെഡ് ഇടിക്കാം. വിളിക്കുന്നുണ്ടോ? ഓ വിളിക്കാം. വിളിക്കണേ. പിന്നെ കീബോർഡ് അതെന്താ തന്നെ ചാടിയത്? പുതിയ കീബോർഡ് മേടിച്ചിട്ട് വരാം. വിളിക്കണേ. പുതിയ കീബോർഡ് മേടിച്ചിട്ട് കേട്ടോ വിളിക്കണേ. കേട്ടോനെ നമ്മള് സ്പേസിൽ നിന്ന് വിട്ട അപ്പൊ പോവുത്. കണ്ടോ ഇത്? കണ്ടാ ജോക്കി ഒരു മിനിറ്റ് സ്പേസിൽ നിന്ന് വിടാൻ പറ്റൂല. കണ്ടാ തിരിച്ചു ചാട്. ലെഫ്റ്റിലോട്ട് എന്നിട്ട് വീണ്ടും പോ. എന്നിട്ട് അടുത്തതിനകത്ത് സെയിം റിപ്പീറ്റ്. എന്നിട്ട് തിരിച്ചു ചാട്. എന്നിട്ട് സെയിം റിപ്പീറ്റ്. ഇല്ല അങ്ങനെ പോയില്ലേ, ലെഫ്റ്റ് വെക്കാൻ റൈറ്റിലോട്ട് പോകും. ഈകളെ വിളിക്കണാ? വിളിക്കാം. സിമ്പിൾ. ആദ്യം മനസ്സിലായി ഡീകോഡ് ഇട്ടെ. ആദ്യത്തെ ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോകും, രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോകും. ഓക്കെ, സെന്ററിലേക്കണം. പൊളിയന്റെ ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയാവോ? അത്രേ ഉള്ളൂ. ഈസി. ഇത് എനിക്ക് ഡീകോഡ് 2 സെക്കൻഡ് വേണേ. അതെ, എന്തേലും പൊളിയാനുണ്ടല്ലോ. ഇല്ലേ? ഇല്ല, ഇതൊന്നും പൊളിയാനില്ല. ചിലടത്ത് കൺഫ്യൂസ് ചെയ്യാൻ നമ്മളെ വെച്ചിരിക്കുക. എന്താ പോകാനുണ്ട് ഇവിടെ? ഞാനായിരുന്നു പോവാനുള്ളത്. അല്ല, അതിന്റെ കൂടെ പ്ലാറ്റ്ഫോം പോയായിരുന്നു. പോയിരുന്നു. അപ്പൊ അതിന് മുമ്പ് ചാടിക്കണം. എന്തൊരു സാധനോടാ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളിത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യല്ലേ. നാളെ മറ്റേ ധോണി ക്യാൻഡി ക്രഷ് കളിച്ചപ്പോൾ ഡൗൺലോഡ്സ് കൂടിയതുപോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാനാ വയ്യ. അവര് ഡയറക്ടറിനെ കോൺടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരമായി പോവേ. പൈസ കൊടുക്കണം. ആണല്ല, അപ്പൊ ഒരു വണ്ടി മേടിക്കത്തില്ല. അത് അല്ലല്ല അത് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച പോർഷൻ ഇല്ലേ, അത് പോയി. നമ്മളത് ഊഹത്തിൽ ചാടണം. കണ്ട പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ചാടുമ്പോ താഴെ വീഴും. ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാര്. അഞ്ചാമത്തെ വെയിറ്റ് എടാ മിണ്ടാ കളിക്കടാ. സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ അതിന്ന് തിരിച്ച് ഇതീ ചാടിയിട്ട് മുകളിലോട്ട് ചാടണല്ലേ? ഇങ്ങനെ ആലോചിച്ചു വന്നു. തിരിച്ച് ചാടാൻ സമ്മതിക്കുന്നില്ല. അതില് നിന്നാ മതി. സത്യം, ഞാൻ എന്തിനാ മറ്റേ ചാടുന്നല്ലേ? ഞാനത് പറഞ്ഞപ്പോ പോലും നിങ്ങക്ക് എന്നെ ഒന്ന് തിരുത്തിക്കൂടായിരുന്നോ? അത് മാത്രം മുകളിലായിരുന്നടാ. എന്തൊരു കട്ട മാറ. അവിടെ സ്ട്രൈഫ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ശ്രദ്ധിച്ചോണേ. മിഡ് സ്ട്രൈഫ് ചെയ്യണേ. ലെഫ്റ്റിലോട്ട് സ്ട്രൈഫ് ചെയ്ത് നോക്ക്. നോർമലി ചാട്. നോർമലി ചാടിയില്ല, അതിനെ മണ്ടയ്ക്ക് ഇടിക്കും. നോർമലി ചാടി. ആണ് നോർമലി ആദ്യം ചാടിയത്. അത് ചാടിയില്ല. നോർമലി ചാടാൻ പറ്റും. നോർമലി ചാടാൻ പറ്റും നിനക്ക്.
അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല. സൂപ്പർ. അവിടെ തട്ടണം. അവിടെ ലാസ്റ്റ് ലാസ്റ്റ് മാത്രമാണ് മറന്നു പോയെന്നല്ല. സത്യം മറന്നു പോകുന്നുണ്ട്. മറ്റേതിലാടാ. മറവിനോട് കേട്ടാ. അയ്യോ ഇതിന് നേരെ നടന്നു കയറിയാ മതിയല്ലേ? ഓ പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ കയറരുത്. ലാസ്റ്റത്തിൽ ചാടി പോണം, അത്രേ ഉള്ളൂ. ഇതിലും ചാടാം. ഇതിലും ചാടി കയറി. ഇത്രേ ഉള്ളൂ. ഇത് എന്തൊരു സിമ്പിൾ ആണ് ഇത്. സൂപ്പർ. ഞാൻ ഇപ്പഴേ എനിക്ക് മനസ്സിലായി. ഇത് നമ്മള് കുഴി വീഴണം. അവിടാണ് കണ്ട കുഴി. അടുത്തൊരു കുഴി ഉണ്ടോ ഇല്ല കേട്ടോ. അടുത്തൊരു കുഴിയില്ലടാ, അത് തന്നെ അടി പോവാ. കണ്ട എന്തോ ഉണ്ടാക്കി വെച്ചേക്ക. ഇത് കുഴിന്ന് വരുവേ. അവിടെ ലെഫ്റ്റിലോട്ട് ചാടി. അത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ. ഇത് അയ്യോ ടെൻഷനായി പോയെന്ന്. ടെൻഷനായി കളഞ്ഞ്. സൂപ്പർ. എടാ അത് നീങ്ങുമെന്ന് എനിക്കറിയാം. കണ്ട ഈ തന്തലത്തിന് അനങ്ങാതിരുന്ന കണ്ട കണ്ട അത് അവിടെയാണ്. നീ അവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക്. അവിടെ നേരെ റൈറ്റിലോട്ട് അങ്ങ് ചേർന്ന് പോയി നോക്ക്. സിമ്പിൾ. ചാട്, റൈറ്റിലോട്ട് ചാട്. സിമ്പിൾ. കണ്ണാപ്പി വീസി അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. കീബോർഡിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. എവിടായിരുന്നു മറ്റേ സാധനം? അമ്മയുടെ ഗെയിം ഇവിടെ എങ്ങാണ്ടാണ്. നോർമലി സിമ്പിൾ. ലെവല് പേഷ്യൻസ് ഇത് കുറച്ച് കൂടുതൽ. എന്ത് റിലാക്സ് ആയിട്ടുള്ള ഗെയിമാണെന്ന് അറിയോ? എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്ലഷർ കിട്ടണ. ഞാൻ ഗെയിം നിർത്തി. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണ ഗെയിം കളിക്കുമ്പോ. മെന്റലി ഭയങ്കര ഹാപ്പിനെസ്. സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. സന്തോഷം കൊണ്ട് ടെലിപ്പോട്ട്. താഴെ ടെലിപ്പോട്ട്. താഴെന്ന് പറഞ്ഞ അവൻ എവിടെയെങ്കിലും കൊണ്ടിടുവോ നമ്മള്? അതങ്ങനെയാണ് കൊണ്ടുപോവാ. ഞാൻ കൺട്രോൾ ചെയ്യണതല്ല. സൂപ്പർ. ഇത് ഞാൻ കൺട്രോൾ ചെയ്തതാ. അളിയോ അത് കൺട്രോൾ ചെയ്യണോ അളിയോ? അത് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു നീ മുകളിൽ സ്പോൺ ആകുമ്പോ റൈറ്റിലോട്ട് പ്രസ് ചെയ്തേ. എനിക്കിപ്പോ മനസ്സിലായി അത് എങ്ങനെയാന്ന്. നിങ്ങക്ക് ആർക്കും ബുദ്ധി വന്നില്ല. ഞാൻ പറയാ, നിങ്ങക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് വയ്ക്കണേ. കണ്ടാ ഇതാ ചെയ്യാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇപ്പൊ കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഈ ഗെയിം ഉണ്ടാക്കിയത് എനിക്ക് പറയാതിരിക്കാൻ വയ്യടാ. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവളയാ? അവിടുന്ന് അപ്പുറത്തോട്ട് പോണം അല്ലേ? കണ്ടാ വെറും റാസ്കലാ ഉണ്ടാക്കിയെന്ന്. സത്യം. ഇവൻ എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഇവൻ അവൻ പോയി. ചേട്ടൻ മറന്നോ? എടാ അവൻ നിനക്ക് വേണ്ടി നിക്കൂല. എടാ അവൻ മറന്നു. വീണ്ടും മറന്നു. ഇവൻ മറന്നു പോകും കേട്ടോ. മറന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചാടല്ലേ? ഇത് വരുമ്പോ എടാ അത് വരുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവൻ റൈറ്റിലോട്ടാ വരുന്നതെന്ന് ഓർമ്മയില്ലേ? റൈറ്റിലോട്ട് മൂവ് ചെയ്യും. റൈറ്റ് ചേർന്ന് പോയി
റൈറ്റ് ചാടും അങ്ങോട്ട് റൈറ്റ് എടാ റൈറ്റ്. നീ പിന്നെ എന്തിന് പറയണേ? ഞാൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു അത്. എനിക്ക് ഡീകോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഓക്കെ കളിച്ചോ. ഇത് ഒരുപാട് ചിന്തിച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോയി. ഇത് എടാ എടാ ഇതിന് തന്തയില്ലാത്തവനാണടാ ഇത്. അവിടെ നിക്ക് ചാടിക്കോ. ഓക്കെ ഞാൻ വീണ്ടും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്തോ വരും. അതെങ്ങനെയാണ് രക്ഷപ്പെട്ടെ? കാലുകൊണ്ട് അതെന്റെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്റെ. കറക്റ്റ് എന്ത് രസമായിട്ടാണ് ഞാൻ കളിച്ചെന്നറിയാം അവിടെ. കറക്റ്റ് കാലേ ഇതെന്തോ എനിക്ക് പണി വെച്ചേക്കുവാണേ. ഇതെനിക്ക് എന്തോ പണി വെച്ചേക്കുവാണേ. ഇതെന്തോ പണി വെച്ചേക്കുവാണേ. ചുമ്മാ ബെറ്റ് നോക്ക്, ഒന്ന് ബെറ്റ് നോക്ക്. ഇല്ലേട്ടാ സൂപ്പർ. ഇത് ലെവൽ അടുത്തെന്താ പണിയുണ്ടേ? അടുത്ത ഫ്രണ്ടിലായിരിക്കും. ഇത് റിപ്പീറ്റ് ആണോ? എന്തോ പണിയുണ്ടേ. ഇവിടെ വരുന്നടാ ഈ ടെലിപ്പോർട്ട്. ഓക്കെ എടാ എത്ര ചോദ്യം? 2 എണ്ണിക്കോണേ. 3 4 5 6. അടുത്തില്ല ആണോ? ഭയങ്കര കസാരലോട്ട് നിന്റെ അച്ഛനെ കൂടെ കൊണ്ടിരുത്ത്. പുള്ളി ഈസി കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണ കണ്ടാറ വിളി കേട്ടാ. 3 അല്ല വീട്ടിൽ റൈറ്റ് സൈഡില് പോയില്ലല്ലോ സാധനം. കണ്ടോ? അല്ല അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അനുവിനെ കൊണ്ടുപോകും. ഇതൂടെ കഴിഞ്ഞിട്ടാണ് അത് വരുന്നേ. നീ തന്നെയല്ലേ രണ്ടാമത്തെ റണ്ണി? 1 2 3 നേരത്തെ കണക്ക് ഓർമ്മയുണ്ടോ? 4 5 5 6. ഈ 6 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159 1
4 5 6 അങ്ങനെ ബ്രേക്ക് കിട്ടുന്ന ഒരു സാധനം അല്ല. 2 3 4 5 6 ലെഫ്റ്റ്. അല്ല അവിടെ അടി മെഴുകും, അവിടെ കൊണ്ടുവിടും ഇല്ലേ? ലെഫ്റ്റോട്ട് കയറിയത് മെഴുകിയാൽ കൊണ്ടുപോയ നിന്നെ. ഇതെന്തോന്നടേ, ഇതെങ്ങനെ പോവും? എന്തായാലും ഒരു പ്രാവശ്യം വീണാലേ മനസ്സിലാകത്തുള്ളൂ. അല്ല ഇത് ഒരു വട്ടം വീഴാതെ ഞാൻ ഇത് ഫിനിഷ് ചെയ്താലോ? ആ ചെയ്ത് നോക്കട്ടോ. അല്ലല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയ്യോ അളിയാ അയ്യോ സോറി അറിയാതെ പറ്റിപ്പോയതാരക്കൂലേ. നന്നായിട്ട് രണ്ടാമത്തെ ചാടി നോക്ക്. എടാ ഒന്നാമത്തെ ചാടല് പണി. ഞാൻ പറയട്ടെ, ഇതിവിടെ വരണം, മനസ്സിലായോ? സൂപ്പർ. അത് അതിൽ തന്നെ അതിബുദ്ധി അല്ലായിരുന്നു, അത് ഇവിടെ തന്നെ അതിബുദ്ധിയാമാറല്ലേ അവൻ നമ്മളെക്കാളും അതിൽ തന്നെയാണ് ചാടുന്നത് കേട്ടാ. കണ്ടാ ഈ പട്ടി പിന്നെയും വരും. അവൻ മറ്റൊരു ലെഫ്റ്റിലായിരിക്കും ചാടും കേട്ടാ. ഈകളെ ഓർമ്മയുണ്ടല്ലോ എങ്ങനെയൊക്കെ പോയെന്ന്? ഇല്ല. റൈറ്റ് ചാടണ്ട, ഇത് റൈറ്റ് ഇത് ലെഫ്റ്റിലാടണ്ട. ഇത് റൈറ്റ്, ഒരു ലെഫ്റ്റ്, അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് പോകണുണ്ടോ? ഇത് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് നേരെ ചാടാൻ പറ്റത്തില്ല. അതന്നെ ലെഫ്റ്റ് ആയിരുന്നു, അത് ലെഫ്റ്റ് ആയിരുന്നു. എല്ലാം പഠിച്ചിട്ട് ലെഫ്റ്റ് മണിക്കൂട്ടി ആണാണ്, മണിക്കൂട്ടി വിശ്വസിക്കണം. സമ്മതിച്ചല്ലേ? ലെഫ്റ്റ് നേരെ ചാടിയാ മതിയാ. ആ നേരെ ചാടിയാ മതി. ദൈവമേ, അതല്ലെങ്കിലുണ്ടല്ലോ
അല്ലെങ്കിൽ രഘുലേ രഘുലയാ നീ പറഞ്ഞു എടാ എനിക്ക് എന്റെ ബ്രെയിൻ ഔട്ട് ആയടാ. തല പോയി. ബ്രെയിൻ ഡിലേ കൂടി. എത്ര റണ്ണിൽ ഔട്ട് ആയിടിയാ? തന്തയില്ലാത്തവനെ. ഇനി എങ്ങോട്ടാ? ലെഫ്റ്റ്. ഇനി മറന്നു. ഇത് ലെഫ്റ്റ് 100%. ഈശ്വര തൂറിന്ന് തോന്നുന്നു. ഇല്ല സൂപ്പർ ആക്ടിങ് ബ്രോ. എനിക്ക് സിനിമയിൽ ഒരു അവസരം തരണേ. ഏതെങ്കിലും ഡയറക്ടറിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അഭിനയിക്കാൻ നായകനായിട്ട് ചെറിയ വേഷം. അഭിനയിച്ച പോലെ എനിക്ക് അഭിനയിക്കണം. എന്നെ ഒന്ന് ആരത്തേലും ഒന്ന് അഭിനയം ഒന്ന് റെക്കമെൻഡ് ചെയ്യോ? അന്ന കഴിവറാവനെ. ഇത് ഈസിയാ. അത് സ്വിച്ച് ആണോ മേളിലിരിക്കുന്നത്? അല്ലല്ല അത് അതിന്റെ സാമാനം. കണ്ടതിലൊക്കെ പിടിച്ചു നോക്കരുത്. പെട്ടെന്ന് ഓടി ആ സ്വിച്ച് പ്രസ് ചെയ്യണം, മനസ്സിലായ? പെട്ടെന്ന് ഓടി ചെറുതായി പെട്ടെന്ന് അല്ലെ ചാടി ഓടണം. ചാടി അവിടെ ചാടി. ഇത് സാധനം വലുതാക്കണം. അതായത് ഇടിച്ച് തട്ടി. ഇനി എന്ത് ചെയ്യണം? അവിടെ ചാടി പോണം. അങ്ങനെ ആ ഗ്യാപ്പിൽ ചാടണം. ഏത് വലുതായിക്കൊണ്ടിരിക്കണ ഓടി കയറണം. സാധനം വലുതാവുന്ന പൊന്നോ. അല്ലെ ഇത് ഭയങ്കര സീനാണല്ലോ. എന്തിനിപ്പോ നടന്നേ? ഇതെന്തുവാ? അവിടെ എവിടെ ചവിട്ടുന്നു? ഇതെന്തോന്ന്? ഇതില്ലല്ലോ, വേ ഇല്ലല്ലോ. ഇൻവിസിബിൾ ഒക്കെ വരും. ഇൻവിസിബിൾ ഒക്കെ വരും. അത് ഇടയ്ക്ക് ഇൻവിസിബിൾ ഒക്കെ ഉണ്ടാവും. അതും നോക്കരുത്. ഇതെന്താ ഇങ്ങനെ? മേളത്തെ ചാടിയൊക്കെ മേളത്തെ ഉണ്ട് കേട്ടോ. ഇത് സൂപ്പർ അല്ലേ? ഇത് കംപ്ലീറ്റ് കളിയാ. ചാടാൻ ഇത് സിമ്പിൾ അല്ലേ? ഇനി കേറാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോ വീണ്ടും കമ്പി. അയ്യോ അല്ലല്ല, അങ്ങനല്ല, വലുതാവും അത്. തിരിച്ചു വരണം. അങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ചു. ഓ പ്രസ് ചെയ്തിട്ട് തിരിച്ചു മറ്റേ പ്രസ്സിൽ മറ്റേ സ്വിച്ചിൽ പിന്നെയും പ്രസ് ചെയ്യണം. അങ്ങനല്ല, ചേട്ടാ അവിടെ പോണ്ട. ഹാർട്ട് അറ്റാക്ക് വന്ന ഈകളുടെ. അല്ലെ സ്വിച്ച് പ്രസ് കളിയാ. സ്വിച്ച് പ്രസ് ഭയങ്കര ലീനായി. ചാടി അത് അങ്ങനെ പറ്റൂലടാ. അങ്ങനെ ഒരു കുളിര് വന്നെനിക്ക്. അവളെ സ്വട്ടറെടുത്താലോ? കുളിരൊക്കെ അങ്ങ് പോയി. മനഃപൂർവ്വം കുണ്ടിലൂടെ ആടുകയാണോ? ഇതൊക്കെ എന്തൊരിതൊക്കെ അവളെയോ? എന്തോണ്ട് ഇതൊരു ചത്തില്ല. നമ്മള് എന്തോ അടിച്ചിരുന്നുണ്ടാക്കിയതാണ്. എന്ത് ലെവലൊക്കെയാടാ അത്. ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് മോളിൽ കൂടെ ഓടിക്കൂടെ? അതാ എന്തിനാ അടി പോണേ? കഴിയാറായ നമ്മള് ഇത് നേരെ ഓടിക്കേറാം. സൂപ്പർ. ഞാനൊന്നും പറയണില്ല.
നീ ഒന്ന് കളിച്ചോക്കണ റെഗുലേ അപ്പൊ മനസ്സിലാവും. മാജിക്കോ ഓനെ ഇനി ഉണ്ടാവേ